നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ കച്ചവടത്തിനുള്ള വിലപേശി തുടങ്ങി. നിശ്ചയത്തിനെ മുടക്കം. ചെറിയ കുഴപ്പമല്ല, പുടവയാ കത്തിയത്. നടന്നത് അപശകുനമൊന്നുമല്ല. വിവാഹ നിശ്ചയ സ്ഥലത്ത് വെച്ച് ഒരു തർക്കമൊന്നും വേണ്ട. കാര്യങ്ങള് ഭംഗിയായി നടക്കണം. ഇങ്ങനൊരു വീഴ്ച വന്നുപോയി. ഒരു 50 ലക്ഷം കൂടി ഞങ്ങളങ്ങ് തരും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ താരക പണിക്കർക്കും എന്റെ ഭർത്താവും മന്മഥ പണിക്കർക്കും ഒരു പ്രശ്നവുമില്ല. മണ്ഡപം കത്തിയാലും കാശ് കൂടുതൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തും. നരഭൂതികളാണല്ലോടി നിന്റെ ഈ തന്തയും തള്ളയും. നല്ല വലാദികൾ. ഒരു മന്മഥപ്പണിക്കരും താരകപ്പണിക്കരും. ഇതൊന്ന് കഴിയട്ടെ. രണ്ടിനും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ ഔൺസ് കഷായം. ജഗദീഷേട്ടാ, ഞങ്ങളുടെ ഈ കുട്ടിയുണ്ടല്ലോ മീനാക്ഷി, അവള് മകം പറന്ന മങ്കയാ. അവളുടെ സൗഭാഗ്യങ്ങള് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിശ്ചയം നടക്കണം എന്നുള്ളത് പരദേവതയുടെ തീരുമാനോ? കൈതാരൻ തറവാട്ടിലേക്ക് ഒരു താന്ത്രിക് സാരിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് പെയിന്റ് ചെയ്ത് പൂജാമുറിയിൽ വച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യം. കല്യാണ നിശ്ചയത്തിനും താന്ത്രിക് സാരി തന്നെ വേണമെന്ന് തീരുമാനിച്ച ദേവിക്ക് നന്ദി. ശരിയാ, നന്ദിനി പറഞ്ഞത് സത്യോ. അതുകൊണ്ട് തന്നെയാ ആ സാരി കത്തിക്കാനുള്ള ബുദ്ധി ആർക്കോ തോന്നിയത്. അല്ല, ദേവി തോന്നിപ്പിച്ചത്. വിളക്കുള്ളിടത്ത് വെളിച്ചമുള്ളതുപോലെ നന്ദിനുള്ളിടത്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ഇതിനാ പറയുന്നത് ദൈവാധീനമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൃത്യസമയത്ത് ഓർത്തത് നന്ദിനിയല്ലേ? എന്നാൽ ഇനി ഒട്ടും താമസിക്കണ്ട. ചടങ്ങുകൾ തുടങ്ങാം. ആചാരങ്ങൾ പലയിടത്തും പല രീതിയിലാണല്ലോ. ഇവിടത്തെ ആചാരപ്രകാരം വരൻ വധുവിന് മോതിരമണിയിക്കുന്നു, അത്രമാത്രം. ചില സ്ഥലങ്ങളിൽ
വരനും വധുവും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറാറുണ്ട്. മോതിരം ഇട്ടിട്ട് വിവാഹ നിശ്ചയം നടക്കില്ല. മോതിരം എന്റെ കയ്യിലല്ലേ. അമ്മ, മോതിരം കാണുന്നില്ല. എന്താ എന്താ അമ്മേ? എന്താ മുത്തശ്ശി? മോനെ, മോതിരം കാണുന്നില്ലാന്നാ. മോതിരം കാണുന്നില്ലെന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, എങ്ങും കാണുന്നില്ല. ദൈവമേ, ആ മോതിരം കിട്ടല്ലേ. മോതിരം ഇല്ലാതെ തന്നെ വിവാഹ നിശ്ചയം നടത്തി. ഈ നാശം പിടിച്ച വേണ്ട തലേന്നൊന്ന് ഒടിയട്ടെ. വീണ്ടും അപശകുനം. ഈ പെണ്ണിന് എന്തോ ശാപമുണ്ട്. ഡിമാൻഡ് കൂട്ടണം. ഒരു 25 ലക്ഷം കൂടെയെങ്കിൽ പോരും. ട്രൈ ചെയ്യാം. അമ്മേ, കാശ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇനിയും തരികിട കാണിച്ചാലുണ്ടല്ലോ, അമ്മയുടെ സ്വഭാവം മാറും. അവസാനം നാളും കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.